ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ ഇടും. പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യാം. രാവിലെ മോർണിംഗ് എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ എണീറ്റോളൂ നോക്കിയപ്പോൾ ബെഡിൽ പൂച്ചയൊക്കെ കിടക്കുക. നമുക്ക് പൂച്ച ഒരുപാട് ഇഷ്ടമാണ്. അതങ്ങനെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കുക. രാവിലെ ഒരു ചായ മസ്റ്റാണ്. ചായ കുടിച്ച എല്ലാ കാര്യങ്ങളും ഉഷാറമായി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. രാവിലെ ചായ കുടിച്ചു, ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് സമയം പട്ടിയും പൂച്ചയും കളിപ്പിക്കും. എല്ലാവരും അതങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. അങ്ങനെ ഇത് വെള്ളച്ചി ഇങ്ങനെ പിന്നെ ജൂലി നല്ല സ്നേഹമാണ്. പറഞ്ഞ് നമുക്ക് ഷേക്കൻ എന്ന് പറഞ്ഞാൽ ഷേക്കൻ്റെ ഒക്കെ തന്നു. ഇരിക്കാൻ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യും. നല്ല സ്നേഹം. എന്നിട്ട് ഭയങ്കര കൊഞ്ചിട്ട് ഡാൻസൊക്കെ കുറച്ച് നേരം നമ്മൾ കളിച്ചു. അങ്ങനെ ഭയങ്കര എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ചെറിയ കുട്ടി കളികൾ അതേ ഉള്ളൂ. നോക്കിയപ്പോൾ 2 പൂച്ചകൾ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അവർ ഉറക്കം എണീക്കുക മ്യാവ് മ്യാവ്. അതിന് വിശപ്പ്, ചോറും മീനും എന്തെങ്കിലും കൊടുക്കണം. അതിനെ വിളിച്ചുകൊണ്ടിരിക്കും മ്യാവ് മ്യാവ് മ്യാവ്. പാവം നല്ല ക്യൂട്ട് കുട്ടികൾസ്. പിന്നെ ഇതാ പൂച്ചാമ്മ വരുക. പൂച്ചാമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇതാ വരുക. അത് പൂച്ചാമ്മ 2 മക്കളുണ്ട്, കിട്ടുവും പൊന്നുണ്ടിയും. എന്ത് രസമാണ് കാണാൻ, ക്യൂട്ടാണ്. ഞാൻ എടുക്കുന്നു മേടിച്ച് ഇത് ഓടി വന്നതാണ്. അങ്ങനെ അമ്മമ്മേനെ ഈ സ്ഥലമൊക്കെ ഒരുക്കിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരമായ സ്ഥലം പൂച്ചയുടെ. അതെല്ലാം കണ്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പം പണികളെല്ലാം കഴിയണം. നോക്ക്, പാത്രം കഴുകാൻ ഒരുപാട് ഞാൻ എല്ലാം പാത്രവും എല്ലാം പല്ലും എല്ലാം തേച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ബൈ. ക്ലീനിങ് എല്ലാം ചെയ്ത് തുടച്ചും. പിന്നെ മമ്മിയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടപ്പം, ഗ്രീൻ ബീൻസ് കറിയും. എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനിത് ഫുള്ള് ക്ലീനൊക്കെ ചെയ്തു. പുറത്ത് തന്നെ പാത്രം എല്ലാം കഴുകി. നമുക്ക് പുറത്ത് നല്ല വിശാലമായ സ്ഥലത്ത് പാത്രമൊക്കെ കഴുകാനൊക്കെ പറ്റും. അതെല്ലാം കഴുകി എല്ലാം ഒതുക്കിയിരിക്കണം. പിന്നെ കുറച്ച് നേരം ചേച്ചിയുടെ മോനും ആയിട്ട് കളിയായിരുന്നു. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു, ഹലോ ഗായ്സ് ഒക്കെ പറയാം. അതങ്ങനെ കുറച്ച് നേരം ഗായ്സ് അങ്ങനെയൊക്കെ ഭയങ്കര അവനൊരു 3.5 വയസ്സൊക്കെ ആയി. അപ്പോൾ അവൻ ഇപ്പോൾ എണീറ്റു, ഹലോ ഗായ്സ് ഇങ്ങനെ ഉമ്മയൊക്കെ തരുവാവേ. ഭയങ്കര ക്യൂട്ട് നിമിഷങ്ങൾ. അപ്പോൾ നമുക്കിനി കാപ്പി കുടിക്കാം എന്ന് അവനോട് ഞാൻ പറയും. അങ്ങനെ കാപ്പി കുടിക്കാൻ നമുക്ക് പോവാം. അപ്പം, നല്ല ചൂടപ്പം, ഗ്രീൻ ബീൻസ് കറി, പിന്നെ തേങ്ങാപ്പാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം 2 അപ്പം, ഗ്രീൻ ബീൻസ് കറി, തേങ്ങാപ്പാൽ ഇത് കൂടി മിക്സാക്കി കഴിപ്പോൾ എന്ത് പറയില്ല, എന്താ ടേസ്റ്റ്. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ആ ഒരു ഫീല് കിട്ടില്ല. പിന്നെ ബ്ലാക്ക് കോഫി അതെനിക്ക് മസ്റ്റാണ്. ബ്ലാക്ക് കോഫി രാവിലെ ചായ അടിക്കുന്നില്ല. അപ്പോൾ ഈ കഴിക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ബ്ലാക്ക് കോഫി എന്തായാലും വേണം. അങ്ങനെ ബ്ലാക്ക് കോഫി കുടിച്ച് ഇങ്ങനെ സുന്ദരമായ നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അങ്ങനെ മമ്മി പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയുടെ കൊച്ചും ഒരുങ്ങി നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ കുറച്ച് കിട്ടും റീൽസൊക്കെ എടുത്ത് അങ്ങോട്ട് നോക്കാൻ പറയാം. അങ്ങനെ തന്നെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. പിന്നെ നല്ല ക്യൂട്ട് കുറച്ച് വീഡിയോസും. പിന്നെ അവൻ എനിക്ക് ഉമ്മയൊക്കെ തരുന്നത്. അങ്ങനെ നല്ല ക്യൂട്ടസ്റ്റ് മൂമെൻറ്റ് എന്ന് പറയാം. കേട്ടോ, ഇപ്പോൾ പറയണതെല്ലാം കാര്യമാക്കും. ഞാൻ ജീവനാണ്. എവിടെ പോകണമെങ്കിൽ കൂടെ വരും. ഇവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അമ്മ അവനെ ബാങ്കിലൊക്കെ പോവാം. അപ്പോൾ കൂടെ ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഇവനെ കൊണ്ട് അവിടെ പാർക്കൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റൊക്കെ. അവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ പോയത്. ഇത് അടുത്ത വീട്ടിലൊരു ചെറുക്കനാണ്. അപ്പോൾ അവൻ ഞാനൊക്കെ കണ്ടപ്പോൾ അവന് കോളേജിൽ പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു. കണ്ടല്ലേ, മമ്മി ഇതാ കുട്ടൂസും പോകണ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഏരിയ, കുളത്തൂർ വട്ടവള ആണ് എൻ്റെ ഏരിയ. എൻ്റെ ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ. കാരണം ബസ് വരാൻ വേണ്ടി ഇങ്ങനെ നമ്മളിരിക്കുക. ബസ് പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ബസ്സൊക്കെ എപ്പോഴും ഒരു അരമണിക്കൂർ. ഇപ്പോൾ ബസ് ഒന്നും തീരെ ഇല്ല. ബസ് നമ്മൾ ഓട്ടോ പിടിച്ച് പൂവാറിലേക്ക് പോവാം. നമുക്കിപ്പോൾ നമ്മുടെ പൂവാർ എന്ന് പറയുന്നത് ഫേമസ് ആയ സ്ഥലമാണ്. ഒരു ബോട്ടിങ്ങും അങ്ങനെയൊക്കെ. നിങ്ങൾ മസ്റ്റായിട്ട് വരണം. ട്രിവാൻഡ്രത്ത് പൂവാർ എന്ന സ്ഥലത്ത് വരണം. ഫുൾ ബോട്ടിങ്, റിസോർട്ട്, നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് പൂവാർ എന്ന് പറയാൻ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വരണം ഈ പൂവാർ. കാരണം നല്ല അതിമനോഹരമായ കാഴ്ചകളും, കാരണം ടൂറിസ്റ്റ് ഏരിയ ആണത്. പല ആൾക്കാരും വരുന്നുണ്ട്, കാണുന്നുണ്ട്. പല എന്താ പറയുക ഒപ്പീനിയൻ പറയുമ്പം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സന്തോഷമാണ്. നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലം ഇങ്ങനെ ഒരു എന്താ പറയുക ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ക്യൂട്ടസ്റ്റ് മൊമെൻ്റ് എന്ന് പറയും ഇത് പൂവാർ ചെക്ക് പോസ്റ്റ്. കണ്ടോ,
അങ്ങനെ കുറച്ച് കഴിയുമ്പം ഒരു ഇടവഴിയുണ്ട്. അവിടെ നമ്മൾ ഷാപ്പ്, ഈ നമുക്ക് എന്താ പറയുക, കള്ള് ഷാപ്പ്, മീൻ, പലതരം ഫിഷ്, എന്ത് പറയാനോ, നമുക്ക് എന്ത് ആഹാരം ഉണ്ടെങ്കിൽ അതെല്ലാം റെഡി ആയിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ അടുത്താണ് ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട്. അപ്പം കണ്ട അങ്ങോട്ട് ബോട്ടിങ് പോകുമ്പോൾ എൻഡിങ് നമ്മുടെ പൊഴിക്കര നമുക്ക് കേട്ടിട്ടുണ്ട്, പൊഴിയൂർ അവിടെയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ് പോകുമ്പം ഞാൻ ഒരു ദിവസം തന്നെ ബോട്ടിങ് വീഡിയോ ഒക്കെ എടുക്കുമ്പം പറ്റുന്ന രീതിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇവിടുന്ന് ബോട്ടിങ്ങൊക്കെ ഒരുപാട് നല്ല ഒരുപാട് നമുക്ക് കാണാൻ ഇഷ്ടം. എന്തായാലും ഒരു ദിവസം ബോട്ടിങ് വീഡിയോ ഉറപ്പായിട്ട് ഇടാം. അങ്ങനെ അമ്മയ്ക്ക് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുക, ഞാനും കുട്ടൂസും എത്താറായി. റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയാം, ഈ ഇടയ്ക്ക് വെച്ചൊരു റെസ്റ്റോറൻറ്റ് സിൻകാഫ്, ഒരു ഫേമസ് റെസ്റ്റോറൻറ്റാണ്. നമ്മൾ കണ്ടില്ലേ പൂവ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പാർക്കുണ്ട്, സിനിമ തിയേറ്ററുണ്ട്. ഇവിടെ ഒരുപാട് സിനിമയും സീരിയലും ഷൂട്ടിങ്ങൊക്കെ ചെയ്ത പ്ലേസാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്നാക്സ്, അൽഫാം, അങ്ങനെ ഷവർമ, അങ്ങനെ ഒരു കട. ഇത് റെസ്റ്റോറൻറ്റാണ്. ഇന്ന് ഇന്നലെ കയറിയില്ല, ഫുള്ളും കളി കണ്ട് നേരെ വീട്ടിൽ പോയി. ഓട്ടോക്കാർ വെയിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കളിച്ചിട്ട് ഇവിടെ അങ്ങനെ പോയി. കണ്ടില്ലേ, നേരെ കണ്ടു ഷവായി, ഷവർമ, അൽഫാം, അങ്ങനത്തെ കട. പിന്നെ ചെറിയ നല്ല പറയുന്ന ബ്യൂട്ടിഫുള്ളായൊരു ഇരിപ്പിടം. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കും. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ഒരു ഫീലിംഗ് ആയിരിക്കും, നല്ല രസമാണ്. കണ്ടില്ലേ, അവനെ മീൻ കാണിക്കാൻ ഫിഷ് മീൻ പോകുന്നതിനെ അവൻ ആ മീൻ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുക. കണ്ടില്ലേ, ഇത് സ്നാക്സ് കട, തൊട്ടടുത്ത് തിയേറ്റർ, ചോട്ടു മഹാരാജ് സിനിമ. വിജയുടെ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന പറഞ്ഞത് പോസ്റ്റ്പോണ്ടൊക്കെ ചെയ്ത് ഫ്ലക്സൊക്കെ അടിച്ചിങ്ങനെ. പിന്നെ അതാ അങ്ങോട്ടൊക്കെ പോകുമ്പം അതിൻ്റെ ബാക്ക് സൈഡാണിത്, ഫുള്ളും പൂളിംഗ് ഉണ്ട് അപ്പുറത്ത്. ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം എൻ്റെ അടുത്ത് ആദ്യം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. അവന് കളിക്കണം എന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല ഒട്ടകം ഇതൊക്കെ. പിന്നെ നമുക്ക് കാറും സ്കൂട്ടി എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് കളിക്കാനൊക്കെ ഇവിടെ. ഞാൻ ഇവിടെ കുറേയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഓണമല്ല, വിഷുവിന് ആ സമയത്തൊക്കെ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ഇവിടെ എടുത്തായിരുന്നു. സെക്യൂരിറ്റി കണ്ടിവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അവിടെ പുറത്ത് നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് അവിടെ ഇരിക്കാനൊക്കെ. അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം, അവിടെയൊക്കെ കുറേ 2-3 സീരിയലൊക്കെ കൂടെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലൊക്കെ ഈ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ഇതാണ് പാർക്ക്, കുട്ടികൾ കളിക്കുന്ന പാർക്ക്. 100 രൂപ ആണ് ഒരാൾക്ക്. അപ്പോൾ ഇവനെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ പിന്നെ അകത്ത് കയറി. അവനും ആദ്യം എല്ലായിടത്തും കളിക്കുന്നു. പിന്നെ അവൻ്റെ കൂടെയൊക്കെ ഞാൻ പോയി. അവനും ഒരുപാട് ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പിള്ളേർക്ക് പാർക്കെന്ന് പറയുമ്പോൾ ഒരുപാട് കളിക്കാനും സ്പെൻഡ് ചെയ്യാനും. അവന് എപ്പോഴും ഇത് മതി, കളിച്ച് കാണിക്കും. ആദ്യമൊക്കെ പേടിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വാശിയായിരുന്നു. പക്ഷേ ഞാൻ അകത്ത് കയറി. അവനെ ആദ്യം ഒരു സ്റ്റെപ്പ് റൗണ്ട് കളിച്ചിട്ട് ശേഷമാണ് അവന് പിന്നെ കളിയായിരുന്നു. പിന്നെ അവനും ഒരുപാട് സന്തോഷമായി, ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. കണ്ടില്ലേ എന്ത് ശരിയും ഇതൊക്കെ കണ്ട. ഇവിടെ ഷിപ്പാണ് ഇത്, കപ്പൽ പോലെ പണിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ക്യൂട്ടസ്റ്റ് മൊമെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പം മമ്മി ഇതാ ഗ്രാപ്സ് കൊണ്ടുവരുന്നു. അപ്പം ഞാൻ കുറച്ച് ഗ്രാപ്സൊക്കെ കഴിക്കാനൊക്കെ വിചാരിക്കുന്നത്. കണ്ടില്ലേ, പച്ചമുന്തിരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ടില്ലേ, ചുമ്മാ എൻ്റെ ഒരു പ്രഹസനം. പിന്നെ ഇതാ ചോറ് കഴിക്കാൻ വിളിച്ചു. ചോറ്, ചക്കപ്പുഴ്, കണ്ട അച്ചാറ്, ക്യാബേജ്, വെണ്ടയ്ക്ക വിഴുക്ക്, കറി ഫോട്ടോ എടുത്തില്ല. നമ്മുടെ അച്ചു കണ്ടില്ലേ, അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഒരു റീൽസ് ഇടാൻ വിചാരിച്ചു. അങ്ങനെ ഈ ഡ്രസ്സ് ഒന്ന് ഒരു ഓൺലൈനായിട്ട് മേടിച്ചത്. അപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഷോർട്ട് ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെ അതും എടുത്തു. പിന്നെ ഇതാ ചോറൊക്കെ പലരും കഴിക്കാണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പോൾ വലിയമ്മരെ വീട്ടിൽ വന്നായിരുന്നു. അവനെയും കൊണ്ട് അവിടെ ഒരു കൊച്ചുണ്ട്, എൻ്റെ ചേച്ചിയുടെ കൊച്ച് ആമി. ഇപ്പോൾ കാണിച്ചു തരാം, അതാണ് ആമി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നായിരുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര ക്യൂട്ടസ്റ്റ് മൊമെൻറ്റോടെ ഭയങ്കര കളിയും തമാശയും എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് കണ്ട. ഇത് വലിയമ്മ കണ്ടില്ലേ, അങ്ങനെ ഡാൻസൊക്കെ ആയിരുന്നു. ബേബി ആ ഡാൻസും അതും അങ്ങനെ ഒരുപാട് എൻജോയ്മെൻറ്റ്. മോനിക എൻ്റെ വലിയമ്മ ഭയങ്കര തകർത്ത കളി കണ്ടില്ലേ. പിന്നെ ഞാനും പിള്ളേരോട് കുറച്ച് നേരം കളിയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിരുന്നു. പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് ഇതായിരുന്നു. ഉണ്ടല്ലോ, പിന്നെ ചായയും ആവി ഉണ്ടയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അങ്ങനെ ആവി ഉണ്ടയും ചായയും അങ്ങനെ കഴിക്കുമായിരുന്നു.
പിന്നെ കുറച്ച് നേരം വലിയ കുട്ടുമ്മ കുട്ടുമെന്ന് റീൽസ് അതെടുക്കായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പായസം വയ്ക്കുമായിരുന്നു. കാരണം അനിയൻ ഇന്ന് വരും, അവൻ എറണാകുളത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ആ പായസവും ചായയും ഒരിടത്ത് നോക്കണം. ആ പായസം ഇങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ ബർത്ത്ഡേ 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ അവൻ എറണാകുളത്താണ് പഠിക്കുന്നത്. എല്ലാം ഉണ്ടല്ലേ. ഞാൻ കുളിച്ച് വന്നേ ഉള്ളൂ. കുളിച്ചിട്ട് ആ മുടിയും കെട്ടി ഇങ്ങനെ ഇരിക്കുക. അവൻ ഇപ്പം വരും. സോനു, അവൻ എറണാകുളത്താണ് പഠിക്കുന്നത്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവൻ വീട്ടിലെത്തും. ആഴ്ചതോറും വരും അവൻ. അപ്പം അവൻ ബർത്ത്ഡേ ആയിരുന്നു ബുധനാഴ്ച. അപ്പം ഇന്ന് കേക്കും പായസം അതൊക്കെ അവൻ വന്നിട്ട് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. പിന്നെ അങ്ങനെ അവൻ വരുന്ന മുന്നേ നമ്മൾ കുറച്ച് അവൻ്റെ ഒരു കളി വട്ടം പോട്ടെ അതിങ്ങനെ കളിയായിരുന്നു. അത് അവനോട് കുട്ടൂസിനോട് ഭയങ്കര കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, കണ്ടില്ലേ. അവനിങ്ങനെ കൂടെ ഒരാൾ വേണം കളിക്കാനൊക്കെ, അങ്ങനെ കളിക്കുമായിരുന്നു. പിന്നെ ഇതാ അവൻ വന്ന് സോനു വന്നായിരുന്നു കേക്ക് കട്ടിങ് വേണ്ടി, കണ്ടില്ലേ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കട്ട്. ഇതാണ് എൻ്റെ അനിയൻ സോനു. അവൻ എന്താ വന്നു. നമ്മുടെ കേക്ക് കട്ടിങ് ഉണ്ടല്ലോ, ദ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ അവനും കുട്ടൂസും കേക്ക് മുറിക്കുക. അങ്ങനെ നമ്മൾ എല്ലാവരുടെ ബർത്ത്ഡേയും എന്നുവെച്ചാൽ അവ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തു കഴിച്ചു. നമ്മൾ താഴെ വലിയവരെയും അല്ല അവർക്ക് ആ പിള്ളേർക്കൊക്കെ കേക്ക് കൊടുക്കുകയാണെങ്കിൽ താഴെ പോയി. ഇതാണ് ആമി കേക്കും പായസം കുടിക്കും. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതാ പായസം കുടിക്കുക. അവിടെ പായസം വെച്ചത് എന്താ ടേസ്റ്റ്. എപ്പോഴും നമ്മൾ സേമിയ വാങ്ങിക്കണം. അപ്പോൾ ഈ വല്ലപ്പോഴും മാത്രം അവിടെ പായസം വയ്ക്കുള്ളൂ. അപ്പോൾ അത് കുടിച്ചപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ല സുഖം, നല്ല ടേസ്റ്റ്. കടപ്പായസം കുടിച്ച് ഇരിക്കാം. ഇതാ കഴിഞ്ഞാൽ കുട്ടൂസിനടുത്ത ഡാൻസ്, പാട്ടും ബഹളവും ഇതൊക്കെ ആയിരുന്നു നൈറ്റ്. അവൻ്റെ ഒരു ചട്ടമ്പി എന്താ പറയുക, അവൻ ഭയങ്കര ചട്ടമ്പിയാണ്. ഡാൻസ് എന്ന് പറയാൻ അവൻ എവിടെ ഏത് പാട്ടിട്ടപ്പോൾ അങ്ങോട്ട് പാട്ടിട്ടാലും ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ചിട്ട് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഓരോ സീനും എങ്ങനെ എന്താണ് സ്റ്റെപ്പ് കളിക്കേണ്ടത്. അവൻ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും, കണ്ടില്ലേ. ഓരോ ഡാൻസും ഓരോ സ്റ്റെപ്പും അങ്ങനെ ക്യാപ്ചർ ചെയ്ത് അവൻ ഇങ്ങനെ നോക്കുന്നു. എല്ലാം കഴിഞ്ഞു ഉറങ്ങാൻ പോവുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വരും. ഇതാണ് എൻ്റെ കുട്ടി വിശേഷം. ഇന്ന് ഫുള്ളും അവൻ്റെ കൂടെ ആയിരുന്നു, ചേച്ചിയുടെ കൊച്ചിന്. അവനായിട്ട് ഫുള്ളും വ്ളോഗായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ വരും. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്, കേട്ടല്ലോ. അപ്പോൾ അവനും ഞാനായിട്ട് ബൈ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണമെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ നോക്കുമായിരുന്നു. ഉമ്മ എന്നിട്ട് ഇതാ പോയി. ബൈ.